എൻ്റെ പേര് ജോമി എന്നാണ്. ജുവൽ റെഡ്സ്റ്റോൺ ആൻഡ് മോൾഡിംഗ് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ്. ഇരിട്ടി നെല്ലിക്കാമ്പൊയിൽ സൈഡിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. വീട് മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത് ചെങ്കല്ലിലാണ്. ഇതിൻ്റെ ഫിനിഷിങ് മൊത്തം വരുന്നത്. ഔട്ട് സൈഡും അതെ, ഇൻസൈഡും അതെ. അതിൽ മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ ഫ്ലോറിംഗ് ആണ്. ഫ്ലോറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ചെങ്കല്ലിൻ്റെ ആണ് ഫിനിഷിങ് വരുന്നത്. ചെങ്കല്ല് അങ്ങനെ അധികാരം ചെയ്തിട്ടില്ലാത്ത ഒരു ഫിനിഷിംഗ് ആണ് ചെങ്കല്ലിൻ്റെ ഫിനിഷിങ്. നമുക്കത് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് മാറ്റ് ഫിനിഷാണ് ഇതിൻ്റെ ഫിനിഷിങ് വരുന്നത്. ഇതിൻ്റെ ഇരുത്തികളും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ചെങ്കല്ലിൽ തന്നെയാണ് ഇതെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇരുത്തി, പിന്നെ ടീപ്പോയി, അതെല്ലാം നമ്മൾ ചെങ്കല്ലിൽ തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ചുമരുകളെല്ലാം ക്ലാഡിംഗ് ആണ് കൂടുതൽ ഏരിയ ഉള്ളത്. സീലിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഒന്നും അധികം ഇങ്ങനെ ആരും ചെയ്തിട്ടില്ലാത്തൊരു ഐറ്റമാണ് സീലിങ്ങുകൾ. സീലിംഗ് നമ്മൾ ടീ ചാനൽ ഇട്ടിട്ട് അതിനകത്ത് ടൈലിറക്കി അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. പില്ലറുകൾ, വാൾ ക്ലാഡിങ്ങുകളെല്ലാം നമ്മൾ ചെങ്കല്ലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഇരുത്തിൻ്റെ അടിയിൽ സ്ക്വയർ കാലൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വേറൊരു പുതുമയുള്ള ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇരുത്തിയെല്ലാം മൊത്തം കല്ലിൽ തന്നെയാണ് ഇതിനെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് മെയിനായിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. നല്ല രീതിയിൽ പുറത്തുള്ളൊക്കെ നല്ല ചൂടുള്ള സമയത്ത് ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ഉണ്ടാവും. ക്ലാഡിങ്ങിൽ നമ്മൾ പോളിഷുകൾ പലതരം വരുന്നുണ്ട്. വാട്ടർ ബേസ് ആയിട്ടുള്ള പോളിഷുകളുണ്ട്, അതുപോലെ ഓയിൽ ബേസ് ആയിട്ടുള്ള പോളിഷുകളുണ്ട്. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വാട്ടർ ബേസ് ആയിട്ടുള്ള പോളിഷാണ്. ഇതാകുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഓയിൽ ബേസ് എന്ന് വരുമ്പോഴത്തേക്ക് കുറച്ച് കളർ ചെറിയൊരു ചേഞ്ചിങ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ പല കമ്പനീനെ നമ്മൾ ഉപയോഗിച്ച് നോക്കിയായിരുന്നു, കളറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വാട്ടർ ബേസ് ആണെങ്കിൽ നമ്മുടെ ചെങ്കലിൻ്റെ മുകളിൽ നമ്മളൊരു സാധനം അടിച്ചതായിട്ടുള്ള ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചാമ്പലയിൽ വെള്ളം പിടിക്കില്ലാത്ത പോലെ ഇത് ഒഴുകി പോവുകയും ചെയ്യും. ഒന്നും അതിൽ പിടിക്കുക, പായല പൊക്കൊന്നും കാര്യമായിട്ട് വരികയില്ല. ഇതെല്ലാം നമ്മളൊരു 5 വർഷത്തിന് മുമ്പ് ചെയ്തിരിക്കുന്ന വർക്കാണ് ഇതൊക്കെ. ചെങ്കല്ലിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ബോർഡർ ചെയ്തിട്ടുണ്ട്. ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് ബ്ലോക്ക് ഉണ്ടാക്കി അതിനെ കട്ട് ചെയ്തിട്ട് അതിന് 4 ഇഞ്ച് സൈസാക്കിയിട്ട് നമ്മൾ അങ്ങനെയാണ് ഇതിൻ്റെ ഈ ബോർഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ വേറെ വീടുകളിൽ ചെയ്തിരിക്കുന്നതൊക്കെ വേറെ ഓരോന്നും ഓരോ ടൈപ്പിലാണ്. ചിലടത്ത് നമ്മൾ മാർബിൾ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ മാർബിൾ അല്ലാതെ ഗ്രാനൈറ്റ് വെച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ടൈപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിൻ്റെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് അതിനെ കട്ട് ചെയ്ത് അങ്ങനെയാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഈ ചെങ്കല്ല് ഫ്ലോറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്ന. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ലെയർ വരുന്നത് നമുക്ക് എപ്പോക്സി കോട്ടിംഗ് ആണ് വരുന്നത്. സാധാരണ ഗ്രാനൈറ്റ് അങ്ങനത്തെ മെറ്റീരിയലിൻ്റെ മുകളിൽ വരുന്നത് എപ്പോക്സി കോട്ടിംഗ് ആണ് വരുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രാനൈറ്റിൻ്റെ മുകളിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഉള്ള അതേ രീതി തന്നെയാണ് ഇതിൻ്റെ മുകളിലും. ഇത് വെള്ളം ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയോ ഇല്ലെങ്കിൽ താഴെ നിന്ന് എന്തെങ്കിലും തണുപ്പ് കയറുമോ അങ്ങനത്തെ കേസുകളൊന്നുമില്ല. ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫ്ലോറിൽ സാധാരണ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ ചാമ്പലേൻ്റെ മുകളിൽ വെള്ളം വീണ പോലെ ഇത് വെള്ളം വലിച്ചെടുക്കത്തില്ല. എങ്ങനെ വേണമെങ്കിൽ ഏത് ഇത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ഈ വീടിൻ്റെ സീലിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് ചെങ്കല്ലാണ്. ആദ്യം ഇത് ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ചെങ്കല്ല് ചെയ്തേക്കുന്നതാണ്. ചെങ്കല്ലിലാണ് ഇതിൻ്റെ സിറ്റ് ഔട്ട്, അതുപോലെ പോർച്ചും നമുക്ക് വരുന്നത് ചെങ്കലിൻ്റെ സീലിംഗ് ആണ് വരുന്നത്. ചെങ്കലിൻ്റെ സീലിംഗ് അധികം അങ്ങനെ ആരും ചെയ്തിട്ടില്ല. ഞാൻ ഈ വീടിൻ്റെ ഓണറാണ്. പേര് ജിമ്മി. ജുവൽ റെഡ്സ്റ്റോൺ എന്ന് പറയുന്ന ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു കമ്പനിയിൽ അവരാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്ലോറിങ്ങും അതേപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു തന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നല്ല കൂളിംഗ് ആണ്. ഫുൾ ടൈം നമുക്ക് എപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നല്ല തണുപ്പാണ്. പകലുള്ള സമയത്തൊക്കെ നല്ല വേനൽക്കാലം ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഫാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് താമസിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ AC-യുടെ ഒന്നും ആവശ്യമൊന്നുമില്ല നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ വാളുകളെല്ലാം കുറേ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്നതാണ്. അതായത് നമുക്ക് വീടിനകത്ത് എപ്പോഴും ഒരു നല്ല കൂളിംഗ് തന്നെയാണ് എപ്പോഴും ഏത് സമയത്ത് നോക്കി കഴിഞ്ഞിട്ട്. വീടിൻ്റെ ഡിസൈനിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്തത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഒരു സുഗീത് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അദ്ദേഹമാണ് ഇതിനകത്ത് ഇങ്ങനെ ചെങ്കല്ല് ചെയ്യാമെന്നും കേരള സ്റ്റൈൽ വീട് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിനെ കുറിച്ച് ആദ്യമായിട്ട് എന്നോട് സംസാരിക്കുന്നത്. അതിനുശേഷം ഇത് ചെയ്തു തന്നതും അവർ തന്നെയാണ്. നമ്മൾ ഈ വീടിനകത്ത് കയറി താമസിക്കുന്നത് ഒരു 5 വർഷം ആയി. ഇപ്പം 2020 ആ ടൈമിലാണ് ഞങ്ങൾ ഈ വീടിനകത്തേക്ക് ആദ്യമായിട്ട് കയറി താമസിക്കുന്നത്. പിന്നെ വർക്ക് തുടങ്ങിയത് 2018 മുതൽ ആ ടൈമിലാണ് ഇതിന്റെ സ്ട്രക്ചർ വർക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഈ ഇന്റീരിയർ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് നമ്മുടെ ജുവലിന്റെ കമ്പനി വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തീർത്തിട്ടുണ്ട്. നമ്മൾ ഈ ഫ്ലോറിങ്ങും അതേപോലെ ഈ ചെങ്കലിന്റെ സംഭവങ്ങളെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ 5 വർഷം പൂർത്തിയാവുകയാണ്. 5 വർഷത്തിന് ശേഷം ഇന്ന് വരെ ഇതിന്റെ മേലെ വേറൊരു സർവീസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ നമുക്കിത് വെള്ളം ഒഴിച്ച് കഴുകി ഒക്കെയാണ് ഞങ്ങൾ ക്ലീൻ ആക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതുവരെ അതിനൊരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. മാത്രമല്ല നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആഴ്ചയ്ക്ക് ഒരു ദിവസം വെച്ചിട്ട് നമ്മൾ കഴുകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന് നല്ല ഗ്രിപ്പാണ്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ ഈ സാധാരണ ടൈലിന്റെ മേലെയുള്ള അതേ ഒരു കണ്ടീഷൻ തന്നെയാണ്.
മാറ്റ് ഫിനിഷ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഗ്രിപ്പ് ഉണ്ട് ഇതിന്. നമ്മുടെ ഇത് ചെങ്കല്ല് കട്ട് ചെയ്യുന്നതിൻ്റെ യൂണിറ്റ് ആണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് കല്ല് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫുൾ സൈസ് കല്ലാണ് വരുന്നത്. ഇത് നമ്മൾ ഏറ്റവും മേലെ നടക്കുന്ന പണ തുടങ്ങി ഒരു 2 പൊടി നമ്മൾ എടുക്കില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലേക്ക് വരുന്ന കല്ലാണിത്. മാക്സിമം ഒരു നമ്മൾ 7 പൊടി 8 പൊടി എത്ര സാധനം നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും ടെമ്പറായിട്ടുള്ള കല്ല് നമുക്ക് കിട്ടും. ആ കല്ലിൽ നിന്നാണ് നമ്മൾ ടൈല് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇവിടെയുള്ള കല്ലിൽ നിന്ന് മാക്സിമം സൈസ് നമുക്ക് ഇതാണ് ടൈല് കിട്ടുന്നത്. ഇത് 7 ഇഞ്ച് വീതി വരും, 12 ഇഞ്ച് നീളം വരും. അതാണ് ഇതിൻ്റെ മാക്സിമം സൈസ് വരുന്നത്. പിന്നെ അതിൻ്റെ ചെറിയ സൈസുകളുണ്ട്, 6-12. ഇത് 6-12 സൈസാണ്. പിന്നെ 6-12. പിന്നെ ഇത് 5 സൈസ്, 5 ഇഞ്ച് സൈസിലുള്ള 5 ഇഞ്ച് വീതിയും പിന്നെ 12 ഇഞ്ച് നീളം വരുന്ന അങ്ങനത്തെ ടൈലാണിത്. ആ കല്ലിനെ തന്നെ നമ്മൾ 2 ഇഞ്ച് സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ഓരോ ഡിസൈനിൽ ഇങ്ങനെ ഓർഡർ പറയുമ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് ആക്കുന്നതാണ്. ഇതതിൻ്റെ 2 ഇഞ്ച് സൈസിലുള്ള കല്ലാണ്. നമുക്ക് ഇതുപോലെ പേപ്പർ ജോയിൻ്റ് ആയിട്ട് നമുക്ക് ഈ സാധനം ഇങ്ങനെ ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് പേപ്പർ ജോയിൻറ്റിൽ നമുക്ക് ഈ സാധനം കിട്ടും. ഇതിന് ഒട്ടിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സ്പേസർ ഇട്ടിട്ട് വേണമെങ്കിൽ സ്പേസർ ഇട്ടിട്ട് ഒട്ടിക്കുക, എങ്ങനെ വേണമെങ്കിലും ഇതിന് ഒട്ടിക്കുക, ഇങ്ങനെ ഒട്ടിക്കാം. പിന്നെ ഇങ്ങനെ കട്ട കെട്ടിയ പോലത്തെ ഡിസൈനിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മാക്സിമം സൈസ് വരുന്നത് 12x7 സൈസാണ് വരുന്നത്. ഇതിൽ ചെയ്യാനുള്ള സാധനമാണ്. ഇതിൻ്റെ 4 സൈഡ് കട്ടാക്കിയ കല്ലാണിത്. ഈ സൈഡ് കട്ടാക്കി ഓപ്പോസിറ്റ് സൈഡ് മേലെയും താഴെയും കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ ഫിനിഷിങ് ഉണ്ടാവും. നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ ഫിനിഷിങ് ആയിരിക്കും. ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ചെറിയ ഗമ്മ് വരുന്നതിൻ്റെ ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ തന്നെ, മതിലിൻ്റെ 2 സൈഡും ഒരുപോലെ ഫിനിഷിങ് ആയിരിക്കും. ഇതിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇതിപ്പം 6 ഇഞ്ച് വീതിയുള്ള കല്ലാണ്. 7x6 12 സൈസ്, അതാണ് കല്ലിൻ്റെ സൈസ്. അത് അതിൻ്റെ തന്നെ 4 ഇഞ്ചിൻ്റെ പീസുകളുണ്ട്. അതിൻ്റെ 4 ഇഞ്ച് സൈസിലുള്ള സാധനമാണിത്. ഇത് 6 ഇഞ്ച് വീതി, ഇത് 4 ഇഞ്ച് കനം വരുന്ന സാധനമാണ്. ഇത് നമ്മൾ മെയിനായിട്ട് ഹോളോ ബ്രിക്സിന് ബദലായിട്ടൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഐറ്റംസാണ്. ഹോളോ ബ്രിക്സ് കെട്ടുന്ന ഭാഗത്തൊക്കെ ഇത് കെട്ടിക്കൊടുക്കാം. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇത് ഫിനിഷിംഗ് ആയി. ചെങ്കല്ലിൽ ഫിനിഷിങ് വേണ്ടുന്നവർക്ക് അങ്ങനെ തന്നെ ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റും. നമ്മൾ നിലത്ത് മുറ്റത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള താണ്ടൂർ സ്റ്റോൺ, ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ സെൻറ്ററിലൊക്കെ പിന്നെ നടക്കുന്ന വഴികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഇത് തന്നെയായിട്ട് ചെയ്യാനും പറ്റും, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ കനം വരുന്നത് 4 ഇഞ്ചാണ്. ഇത് 6x6 ആണ് സൈസ് വരുന്നത്. ഇതിൻ്റെ ഈ സാധനത്തിന് ഈ കല്ലിനെ കൊണ്ട് നമുക്ക് മുറ്റത്ത് പോകാൻ വേണ്ടിയിട്ട് ഈ കല്ലും പറ്റും. വണ്ടി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ കാറൊന്നും കയറി കഴിഞ്ഞാൽ പൊട്ടൂല. വലിയ വണ്ടി കയറണമെങ്കിൽ നമ്മളത് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇടേണ്ടി വരും. കോൺക്രീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പൊട്ടൂല. ഇത് നമുക്ക് മതിലുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതിന് വേണ്ടിയിട്ട് എങ്ങനെ ഡിസൈൻ ആക്കുന്നതാണ്. ഈ കല്ല് നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ മെഷീനിൽ കട്ട് ചെയ്ത് ആക്കിയെടുക്കുന്നതാണ്. മതിൽ അങ്ങനത്തെ ഐറ്റംസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ ആക്കിയെടുക്കുന്നതാണ്.